Hi friends, I am Shaju from sanawebs.com, a complete e-commerce development agency from Thrissur. ഇന്ന് ഞങ്ങൾ പറയാൻ പോകുന്ന ഭാഗമാണ് നമ്മുടെ ഇ-കോമേഴ്സ് വെബ്സൈറ്റ് ഫൈനലിൽ എത്തുമ്പോൾ ഏതൊക്കെ പേജുകളാണ് അതിലുണ്ടായിരിക്കേണ്ടതെന്നുള്ളത്. സാധാരണയായി നമ്മൾ ഇ-കോമേഴ്സ് വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ വളരെ കുറച്ച് പേജുകൾ മാത്രമേ നമ്മുടെ ശ്രദ്ധയിൽ പെടാറുള്ളൂ. പ്രത്യേകിച്ച് അതിന്റെ ഹോം പേജ്, പ്രോഡക്റ്റ് ലിസ്റ്റിംഗ് പേജ്, കാറ്റഗറി പേജസ്, കോൺടാക്റ്റസ് പേജസ്, ഈ പേജുകളിലേക്ക് മാത്രമായിരിക്കും നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. എന്നാൽ നമുക്കൊരു കച്ചവടം ഉണ്ടാക്കണമെങ്കിൽ ഈ പേജുകൾ മാത്രം പോരാ. അതിലുപരിയായി മറ്റുള്ള പേജുകൾ കൂടി നമുക്ക് ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമാണ് കസ്റ്റമേഴ്സിന് കോൺഫിഡൻസ് വരാനും അതുവഴി പ്രോഡക്റ്റുകൾ നിങ്ങളുടെ ഇ-കോമേഴ്സ് വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കാനും നയിക്കുകയുള്ളൂ. ഇതിലെ ആദ്യത്തേതാണ് ഹോം പേജ് എന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ പേജുകളാണ് നമുക്ക് കാറ്റഗറി ആയിട്ടുള്ള പേജുകൾ. മൂന്നാമതായിട്ട് പ്രോഡക്റ്റിന്റെ പേജുകൾ. പ്രോഡക്റ്റ് പേജുകളിൽ പ്രോഡക്റ്റിന്റെ പേരുകൾ, ഇമേജുകൾ, അതിന്റെ ഡിസ്ക്രിപ്ഷൻസ്, പ്രോഡക്റ്റിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാവിധ ഡീറ്റെയിൽസും. നാലാമത്തെ ഒരു പേജാണ് കോൺടാക്റ്റസ് പേജ്. കോൺടാക്റ്റസ് പേജിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് ഫുൾ അഡ്രസ് ഉൾപ്പെടുത്തണം, ഫോൺ നമ്പർ ഉൾപ്പെടുത്താനായിട്ട് നോക്കാം, ഇമെയിൽ, വർക്കിംഗ് അവേഴ്സ്, നിങ്ങളുടെ സ്റ്റോറിന്റെ വെർച്വൽ സ്റ്റോറിന്റെ മാപ്പ്, ഒപ്പം തന്നെ കോൺടാക്ട് ഫോം കൂടി ഉണ്ടാവണം. ഈ 4 പേജും സാധാരണയായിട്ട് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ എല്ലാ പേജുകളിലും ഇത്രയും കാര്യങ്ങൾ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഇനി അടുത്തതായിട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് അബൌട്ട് പേജ് വേണം. അബൌട്ട് പേജിൽ ശരിക്കും നമുക്ക് കമ്പനിയുടെ സ്റ്റോറി, ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് നമുക്ക് എത്രമാത്രം ഉണ്ട്, ടീമിന്റെ എക്സ്പീരിയൻസ് എത്രമാത്രം ഉണ്ട്, നമ്മുടെ മിഷൻ ഉണ്ടെങ്കിൽ ഓഫീസിന്റെ ലൊക്കേഷൻ, ബിസിനസിന്റെ പ്രൂഫ്, ഇതൊക്കെ അബൌട്ട് പേജിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെ നല്ലതാണ്. ഇനി പറയാൻ പോകുന്ന പേജുകൾ ഇ-കോമേഴ്സ് വെബ്സൈറ്റിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഒന്നാമത്തെ പേജാണ് ഫാക്ട് പേജ്, രണ്ടാമത്തേതാണ് ഷിപ്പിംഗ് പോളിസി പേജ്, മൂന്നാമത്തേത് റിട്ടേൺ ആൻഡ് റീഫണ്ട് പോളിസി പേജ്, നാലാമത് പ്രൈവസി പോളിസി പേജ്, അഞ്ചാമതാണ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് പേജ്. ഈ പേജുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു പേയ്മെന്റ് ഗേറ്റ്വേ കമ്പനിയോട് എടുത്ത് അപ്ലൈ ചെയ്യാനും, ഈ പേജുകൾ നമ്മുടെ ഇ-കോമേഴ്സ് വെബ്സൈറ്റിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ നമുക്ക് അപ്രൂവൽ തരികയും ചെയ്യുള്ളൂ. പേയ്മെന്റ് ഗേറ്റ്വേ നമ്മുടെ വെബ്സൈറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്താലാണ് പ്രോഡക്റ്റുകൾ വാങ്ങിക്കുമ്പോൾ നമ്മുടെ ബാങ്കിലേക്ക് കസ്റ്റമേഴ്സിന് പേയ്മെന്റ് ഗേറ്റ്വേയിലൂടെ നമുക്ക് പൈസ കിട്ടുകയുള്ളൂ. എന്നാൽ പല കസ്റ്റമേഴ്സും ഈ ഭാഗങ്ങൾ വളരെ ശ്രദ്ധ കൊടുക്കാറില്ല. അപ്പൊ അതുകൊണ്ട് ഈ പേജുകളിലേക്ക് നിങ്ങൾ വളരെ ശ്രദ്ധ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി നമുക്ക് വേണ്ട പേജുകളാണ് ഒരു ബ്ലോഗ് നമുക്ക് വേണം. ആ ബ്ലോഗിലാണ് നമ്മുടെ പ്രോഡക്റ്റിന്റെ സവിശേഷതകളും എന്തിനാണ് അതിന് ഉപയോഗിക്കുന്നതൊക്കെ ആ പേജുകളാണ് നമുക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കുക. അതേപോലെ ഉള്ളൊരു പേജാണ് നമുക്ക് ബ്രാൻഡ് പേജുകൾ. ഇ-കോമേഴ്സ് വെബ്സൈറ്റിൽ വ്യത്യസ്ത ബ്രാൻഡുകൾ നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പേജിൽ എല്ലാ ബ്രാൻഡുകളും നമ്മൾ കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെയുള്ള മറ്റൊരു പേജാണ് ടെസ്റ്റിമോണിയൽ പേജുകൾ. നമ്മുടെ പ്രോഡക്റ്റുകൾ വാങ്ങിച്ചു കഴിയുമ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന ഏറ്റവും നല്ലൊരു പേജാണ്. ആ പേജിൽ നിന്നാണ് കസ്റ്റമേഴ്സിനെ കൂടുതൽ ട്രസ്റ്റ് വായിച്ചെടുക്കാനും അതവരെ കച്ചവടത്തിലേക്കായിട്ട് മാറ്റുവാനും സാധിക്കുകയുള്ളൂ. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ കമന്റ് ചെയ്യുക. ഇതുപോലെ നിങ്ങളുടെ ഇ-കോമേഴ്സ് വെബ്സൈറ്റ് എങ്ങനെ വിജയത്തിലെത്തിക്കാം എന്നുള്ള ഐഡിയകൾ കിട്ടാനായിട്ടുള്ള അടുത്ത വീഡിയോകൾക്ക് വേണ്ടി ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക.